ഏവർക്കും ഡോക്സ്റ്റാർ ലേണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുവരെ കഴിഞ്ഞ LD പരീക്ഷകളിലെ ഫിസിക്കൽ സയൻസിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഇനി അങ്ങോട്ട് നടക്കാനുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതായിരിക്കും ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റിനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്, ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഡാഷ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെയാണ് താപോർജ്ജം, ഗതികോർജ്ജം, സൗരോർജ്ജം, സ്ഥിതികോർജ്ജം. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ചോദ്യം എന്താണെന്ന് നോക്കിയാൽ, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ്. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഏതാണ്? സ്ഥിതികോർജ്ജമാണ് അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം എന്ന് പറയുന്നത്. സ്ഥിതികോർജ്ജം കണ്ടെത്തുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി U = നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, mgh ആണ് അല്ലേ. M മാസ്സുള്ള ഒരു വസ്തുവിനെ H ഉയരത്തിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് mgh ആണ്. G എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ജിയുടെ മൂല്യം എന്ന് പറയുന്നത് നമ്മൾ എത്രയെന്ന് എടുക്കുന്നത് 10 m/s² എന്നിട്ടാണ് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ 10 എടുത്താൽ മതി. ഓക്കെ, ഇനി നോക്കുക, ഗതികോർജ്ജം തന്നിട്ടുണ്ട്. ഒരു വസ്തുവിന് ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് എന്ത്? ഗതികോർജ്ജം അഥവാ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഗതികോർജ്ജം കണ്ടെത്താനുള്ള സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? ½ ആണ്. M മാസ്സുള്ള ഒരു വസ്തു V പ്രവേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജം എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നതാണ് ½ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, ആകെ ഊർജ്ജം എന്ന് പറയുന്നത്, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് രണ്ട് കൂട്ടം കാര്യങ്ങളുടെ തുകയായിരിക്കും. ഇതിൻ്റെയൊക്കെയാണ് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മായിരിക്കും ഒരു വസ്തുവിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ കൈനറ്റിക് എനർജി പ്ലസ് എന്താണ്? ആ വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. അടുത്തൊരു പ്രോബ്ലമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ R = 2F ബേസ് ചെയ്തുള്ള പ്രോബ്ലമാണ്. നമ്മൾ ഒരുപാട് സെഷൻസിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ആ പ്രോബ്ലം നമുക്ക് നോക്കാം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്റർ ആണ്. ഇതേ വാല്യൂ ആയിട്ട് നമ്മൾ വേറെ സെഷനിൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. സെയിം സാധനമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്, R എന്ന് പറയുന്നത് എത്രയാണ്? R എന്ന് പറയുന്നത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരമാണ് കണ്ടെത്തേണ്ടത്, F ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് R = 2F എന്നതാണ്. R = 2F ആണ്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് പറയാൻ സാധിക്കും ഫോക്കൽ ദൂരം എന്ന് പറയുന്നത് R/2 ആണ്. അതായത് വക്രത ആരത്തിൻ്റെ പകുതിയാണ് R/2 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഹാഫ് ആണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം, റേഡിയസ് ഓഫ് കർവേച്ചർ 40 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 40/2 എന്ന് എടുക്കുക. 40/2 എന്ന് പറയുന്നത് 20 ആണ്. 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ B ആണ്, പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമം എന്ന് പറയുന്നത് PSCയുടെ ഒരു ഫേവറേറ്റ് സാധനമാണ്. ഒരുപാട് ചോദ്യങ്ങൾ അതിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പാസ്കൽ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. കെപ്ലർ നിയമം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ ചലന നിയമമാണ് കേട്ടോ. ഗ്രഹങ്ങളുടെ ചലന, ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ് കെപ്ലേഴ്സ് ലോ എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, ഗ്രഹങ്ങളുടെ ചലന നിയമം, ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ അഥവാ ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ചത് കെപ്ലർ ആണ്. അതുപോലെ ചലന നിയമം, ഗുരുത്വാകർഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂട്ടൺ ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു. ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തന തത്വമാണ് ചോദിച്ചിരുന്നത്. എന്താണ്? പാസ്കൽ നിയമമാണ്. ഇനി പാസ്കൽ നിയമത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഫ്ലഷ് ടാങ്കിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പാസ്കൽ നിയമമാണ്. മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് എന്താണ്? പാസ്കൽ നിയമമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പാസ്കൽ നിയമം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട ഫിസിക്സിൽ നിന്നാണോ എന്ന് ചോദിച്ചാൽ ഫിസിക്സിൽ നിന്ന് പറയാം. കാരണം ISROയെ കുറിച്ചൊക്കെ നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ എന്നും പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്ന പേരാണ്. ചന്ദ്രയാനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചന്ദ്രയാന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 3 പാർട്സ് ആണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർബിറ്ററാണ് ഒരു ഭാഗം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ലാൻഡറാണ്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് റോവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർബിറ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചന്ദ്രന് ചുറ്റും ഓർബിറ്റിൽ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പേടകമാണ് ഓർബിറ്റർ എന്ന് പറയുന്നത്. ഓർബിറ്ററിൽ നിന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗമാണ് ലാൻഡർ എന്ന് പറയുന്നത്. ലാൻഡറിൽ നിന്നും പുറത്തേക്ക് വന്നൊരു ഉപകരണമാണ് റോവർ എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നടന്ന പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ചന്ദ്രോപരിതലത്തിലേക്ക് വന്ന അല്ലെങ്കിൽ ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിച്ച പേടകം അല്ലെങ്കിൽ സഞ്ചരിച്ച ഭാഗം അല്ലെങ്കിൽ ഉപകരണമാണ് റോവർ എന്ന് പറയുന്നത്. അങ്ങനെ 3 ഭാഗങ്ങളാണ്. അതിൽ ലാൻഡറിൻ്റെ പേര് എന്ന് പറയുന്നത് വിക്രമാണ് കേട്ടോ. ലാൻഡറിൻ്റെ പേര് എന്ന് പറയുന്നത് എന്താണ്? വിക്രമാണ്. റോവറിൻ്റെ പേര് എന്ന് പറയുന്നത്
പ്രഗ്യാനാണ്. പ്രഗ്യാൻ റോവറാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, റോവറിൻ്റെ പേരാണ് ചോദിച്ചത്, അപ്പോൾ പ്രഗ്യാനാണ്. അപ്പോൾ ലാൻഡറിൻ്റെ പേര് ഓർത്ത് വെച്ചോണം, അതിനും സാധ്യതയുണ്ട് ചോദ്യം വരാനുണ്ട്. അപ്പോൾ ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേരെന്ന് പറയുന്നത് വിക്രം ലാൻഡറാണ്. വിക്രം ലാൻഡർ. അപ്പം വിക്രം എന്ന് പറയുന്നത് ലാൻഡറാണ്. പ്രഗ്യാൻ എന്ന് പറയുന്നതാണ് ആരെന്ന് പറയുന്നത്, റോവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പ്രഗ്യാനാണ് കേട്ടോ. അപ്പോൾ അടുത്തതിലേക്ക് ഞാൻ കിടക്കുകയാണ്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ. ദ്രവ്യത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് 2 ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ പരീക്ഷയിൽ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്, ഞാൻ പുറകെ പറയുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു പേടി തോന്നും. പക്ഷേ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ ഓപ്ഷൻസ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയാണ്. നമുക്കറിയാം ഒന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് സോളിഡ് ആണ്, 2ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, 3ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, വാതകമാണ്, 4ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മയാണ്, 5ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്, 6ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താ നിങ്ങൾ നോക്കിയേ, 5ാമത്തെ അവസ്ഥയാണ് ചോദിച്ചിരിക്കുന്നത്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. അപ്പോൾ ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയ ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് SN ബോസ് അഥവാ സത്യേന്ദ്രനാഥ് ബോസ് എന്ന് പറയും. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയ ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് സത്യേന്ദ്രനാഥ് ബോസ്. അതുപോലെ നിങ്ങൾ മറ്റൊരു ബോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, ജഗദീഷ് ചന്ദ്ര ബോസ് ഉണ്ട് കേട്ടോ, JC ബോസ് ഉണ്ട്. JC ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, സസ്യങ്ങളുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ക്രസ്കോഗ്രാഫ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണത്. ക്രസ്കോഗ്രാഫ്, സസ്യങ്ങളുടെ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്ന ഉപകരണം ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് JC ബോസ് ആണ്, ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. റേഡിയോ ട്രാൻസ്മിഷൻ ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്, JC ബോസ് ആണ്, ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. ഇനി ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ, ഒരു അലോയ് ആണ് ഗൺ മെറ്റൽ എന്ന് പറയുന്നത്. തോക്കിന്റെ ബാരലൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, കോപ്പർ, ടിന്ന്, സിങ്ക് എന്നിവയുടെ ലോഹസങ്കരമാണ് ഏത്, ഗൺ മെറ്റൽ. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളും ഒന്ന് നോക്കാം. ആദ്യത്തെ വെങ്കലം അഥവാ ബ്രോൺസ് ആണ്. ചെമ്പിന്റെയും വെളുത്തീയത്തിന്റെയും ലോഹസങ്കരമാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്കാണ്. ഇരുമ്പിന്റെയും കാർബണിന്റെയും ലോഹസങ്കരമാണ് ഉരുക്കെന്ന് പറയുന്നത്. അടുത്ത പിച്ചള അഥവാ ബ്രാസ് ആണ്. ചെമ്പ്, സിങ്ക് എന്നിവയുടെ ലോഹസങ്കരം. ഈ വെങ്കലവും പിച്ചളയും കൂടെ മാറിപ്പോകല്ലേ. ചെമ്പിന്റെയും വെളുത്തീയത്തിന്റെയും ലോഹസങ്കരമാണ് വെങ്കലം, ചെമ്പിന്റെയും സിങ്കിന്റെയും ലോഹസങ്കരമാണ് ഏത്, പിച്ചള എന്ന് പറയുന്നത്. അടുത്ത പഞ്ചലോഹമാണ്. 5 ലോഹങ്ങൾ ഉണ്ടായിരിക്കുന്ന പേരിൽ നിന്ന് തന്നെ കിട്ടും. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെമ്പ്, ഈയം, വെള്ളി, സ്വർണം, ഇരുമ്പ് എന്നിവയാണ് പഞ്ചലോഹത്തിലെ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി അൽനിക്കോയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അൽനിക്കോയുടെ ഉപയോഗം എന്ന് പറയുന്നത് കാന്തം നിർമ്മിക്കാനാണ്. പെർമനന്റ് മാഗ്നറ്റ്, സ്ഥിര കാന്തങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഏത്, അൽനിക്കോ എന്ന് പറയുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു ലോഹസങ്കരമാണ് നിക്രോം എന്ന് പറയും. നിക്രോം എന്ന ലോഹസങ്കരത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഹീറ്റിംഗ് കോയിലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ആര്, നിക്രോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാണ്. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന, ഇപ്പൊ നമ്മൾ പറഞ്ഞ നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്, ഇരുമ്പ്, ക്രോമിയം, നിക്കൽ. ആ പേരിൽ നിന്ന് തന്നെ നിക്കലും ക്രോമിയവും അവിടുന്ന് കിട്ടും. അതുകൂടാതെ ആരും കൂടെ ഉണ്ട്, ഇരുമ്പും കൂടെ അവിടെ അടങ്ങിയിട്ടുണ്ട്. അടുത്ത സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇരുമ്പ്, ക്രോമിയം, നിക്കൽ, കാർബൺ എന്നിവയുടെ ലോഹസങ്കരമാണ് ആരെന്ന് പറയുന്നത്. അപ്പോൾ നിക്രോമിനകത്ത് കാർബൺ കൂടെ ചേരുമ്പോഴത്തേക്ക് എന്തായി മാറുന്നു, സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ട് മാറുന്നു. അടുത്ത ഡ്യൂറാലിമിനാണ്. ചെമ്പ്, അലൂമിനിയം, മാഗ്നീഷ്യം, മാംഗനീസ് എന്നിവയുടെ ലോഹസങ്കരമാണ് ഡ്യൂറാലിമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോൾഡർ, ടിന്നിന്റെയും ലെഡിന്റെയും ലോഹസങ്കരമാണ് സോൾഡർ എന്ന് പറയുന്നത്. ഗൺ മെറ്റലായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ചെമ്പ്, ടിന്ന്, സിങ്ക് എന്നിവയുടെ ലോഹസങ്കരമാണ് ഗൺ മെറ്റൽ. അടുത്തത് സിലിമിൻ ആണ്. സിലിക്കൺ, അലൂമിനിയം, സിലിക്കണിന്റെയും അലൂമിനിയത്തിന്റെയും ലോഹസങ്കരമാണ് സിലിമിൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് കോയിൻ സിൽവർ അഥവാ നാണയ സിൽവർ ആണ്. ചെമ്പ്, നിക്കൽ എന്നിവയുടെ ലോഹസങ്കരമാണ് കോയിൻ സിൽവർ അഥവാ നാണയ സിൽവർ എന്ന് പറയുന്നത്. അടുത്തത് ഇൻവാർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇരുമ്പ്, നിക്കൽ എന്നിവയുടെ ലോഹസങ്കരമാണ് ഇൻവാർ എന്ന് പറയുന്നത്. അടുത്ത റോസ് മെറ്റൽ, ബിസ്മിത്ത്, ഇൻഡിയം, ടിൻ എന്നിവയുടെ ലോഹസങ്കരമാണ് റോസ് മെറ്റൽ. ബ്രിട്ടാനിയം എന്ന് പറയുന്നത് ടിൻ, ആന്റിമണി, ചെമ്പ് എന്നിവയുടെ ലോഹസങ്കരമാണ് ബ്രിട്ടാനിയം.
ഓസ്കാർ ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ബ്രിട്ടാനിയം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ pH മൂല്യം, ആസിഡ് pH മൂല്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം എത്ര? നല്ലൊരു ചോദ്യമാണ്. മിക്കവർക്കും തെറ്റിയിട്ടുള്ള അല്ലെങ്കിൽ മിക്കവരും ഒഴിവാക്കി വിട്ട ഒരു ചോദ്യം എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ pH മൂല്യവുമായി ബന്ധപ്പെട്ട് PSC പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കൃഷി ഇറക്കാനായി നിലം ഒരുക്കുമ്പോഴത്തേക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലുള്ള ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്ലഗുണം കൂടുതലുള്ള മണ്ണിലാണ് കുമ്മായം നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ആ രീതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് pHയുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 5 ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് 5 എന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഒരു 5 to 6.5 റേഞ്ചാണ് അതിന് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതനുസരിച്ചൊരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പറയാവുന്ന 5 ആണ് തന്നിരിക്കുന്നതിൽ ആപ്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ഫ്രീസിംഗ് മിശ്രിതമാണ്. ഫ്രീസിംഗ് മിക്സ്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏത്? സോൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടേബിൾ സോൾട്ട്, ബ്ലൂ വിട്രിയോൾ, ജിപ്സം, സിൽവിൻ. ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഫ്രീസിംഗ് മിക്സ്ചറിൽ ഉപയോഗിക്കുന്ന ഏതാണ്? ടേബിൾ സോൾട്ട് ആണ്. ഓപ്ഷൻ എ ആണ്. ടേബിൾ സോൾട്ട് ആണ് ഫ്രീസിംഗ് മിക്സറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ദ്രവ്യവുമായി ബന്ധപ്പെട്ട ദ്രവ്യത്തിന്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഒരു ചോദ്യം കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു ക്വസ്റ്റൻ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞത് അല്ലേ? ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയെന്നൊക്കെ എടുത്തു ചോദിച്ചിട്ടുണ്ട്. നല്ല പ്രയാസപ്പെടേണ്ട. ഓപ്ഷൻ നോക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കോളും. നമുക്ക് പരിചയമുള്ള ആൾക്കാർ 3 പേര് ഓപ്ഷനിലുണ്ട്. കേട്ടിട്ടില്ലാത്ത ഒരുത്തനേ ഉള്ളൂ. അവന് ഉത്തരവാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബോസൈൻസിൻ കണ്ടൻസേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫെർമിയോണിക് കണ്ടൻസേറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ 2023 കണ്ടെത്തിയെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയുന്നത് ഏത് പറയാം? സിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത, ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ഏത്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ്, കറണ്ട് ട്രെൻഡുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചോദ്യം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ ഉപയോഗം കൂടി വരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സമയമാണ് ഇപ്പോൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇലക്ട്രിക് കാറുകൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോഹം അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോഹം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഇത് ചോദിക്കാം. പല രീതിയിൽ ചോദിക്കാവുന്നതാണ്. ഏതാണ്? ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം എന്ന് പറയുന്നത് ഏതാണ്? ലിഥിയമാണ്. ലിഥിയം അയോൺ ബാറ്ററിയാണ് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഇലക്ട്രിക് വാഹനങ്ങളിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നതാണ് ലിഥിയം അയോൺ ബാറ്ററിയാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ലിഥിയമാണ് ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വാഹനങ്ങളുടെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ഉണ്ട്. വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? നമ്മുടെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ ചോദ്യം വരുന്നത്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ്. ഏതാണ്? H2SO4 ആണ്. സൾഫ്യൂരിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ് ആസിഡുകളുടെ രാജാവെന്നറിയപ്പെടുന്നത്, രാസവസ്തുക്കളുടെ രാജാവെന്നറിയപ്പെടുന്നത്, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ആരാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ദഹനത്തെ സഹായിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. HCl ആണ്. പിന്നെ അതുപോലെ നൈട്രിക് ആസിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? നൈട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്വാറീജിയ ചോദ്യം വന്നിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ് രാജദ്രാവകം എന്നറിയപ്പെടുന്ന അക്വാറീജിയ എന്ന് പറയുന്നത്. പിന്നെ നൈട്രിക് ആസിഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ അവിടുന്ന് പഠിച്ചു വെക്കുക. നൈട്രിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഓസ്റ്റ്വാൾഡ് പ്രോസസ് ആണ്. ഓസ്റ്റ്വാൾഡ് പ്രക്രിയയാണ് നൈട്രിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയുടെ പേര്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുമ്പോൾ 2 പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. 2 PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് കോൺടാക്റ്റ് പ്രോസസ് ആണ്. കോൺടാക്റ്റ് പ്രോസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു നിർമ്മാണ പ്രക്രിയയാണ് ലെഡ് ചേംബർ പ്രോസസ്. ലെഡ് ചേംബർ പ്രക്രിയ, സമ്പർക്ക പ്രക്രിയയും ലെഡ് ചേംബർ പ്രക്രിയയും ഇതിന്റെ നിർമ്മാണമാണ് സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയകളാണ്. ഇനി അടുത്തേക്ക് നമ്മൾ വരികയാണ്. ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. സ്ഥിതികോർജ്ജം കാണാനുള്ള ഒരു പ്രോബ്ലമാണ്. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജ്ജം എത്ര? സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സ്ഥിതികോർജ്ജം കണ്ടെത്താനുള്ള സമവാക്യം എന്ന് പറയുന്നതാണ് U = mgh ആണ്. G 10 എടുത്ത് പ്രോബ്ലം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ ക്വസ്റ്റിനിൽ തന്നെ അവർ തന്നിട്ടുണ്ട്. ജിയുടെ മൂല്യം 10 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ M എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ചോദ്യത്തിൽ M തന്നിട്ടുണ്ട് 1 മീറ്റർ ആണ്. M അല്ല,
എം എന്ന് പറയുന്നത് 0.2 കിലോഗ്രാം ആണ്, മാസ് എന്ന് പറയുന്നത് 0.2 കിലോഗ്രാം ആണ്. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്ററും തന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂയും ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 10 എന്നാണ്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കാണാൻ പോവുകയാണ്. അതിലേക്ക് ഇടുമ്പോഴത്തേക്ക് 0.2 ഇൻറ്റു 10 ഇൻറ്റു 1 വന്നു. 0.2 ഇൻറ്റു 10 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 2 വന്നു. 2 ഇൻറ്റു 1 ആണ് വരുന്നത്. അപ്പം 2 ജൂളാണ്. ഇതിൻ്റെ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2 ജൂളാണ് ഉത്തരം കിട്ടുന്നത്. ഇതുപോലെ ഗതികോർജ്ജം കാണാൻ ചോദിക്കാം. പല രീതിയിൽ ചോദ്യം വരാവുന്നതാണ് കേട്ടോ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് അപവർത്തനമാണ്, റിഫ്രാക്ഷൻ ആണ്. നക്ഷത്രങ്ങൾ മിന്നുന്നതിന് കാരണം നക്ഷത്രങ്ങളുടെ നിറവ്യത്യാസം. ഇതേ ചോദ്യം നമ്മൾ ഒരു 1 മന്ത് മുമ്പ് ഒരു LDCക്ക് വേണ്ടി ചെയ്തൊരു സെഷനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നക്ഷത്രങ്ങളുടെ നിറവ്യത്യാസത്തിൻ്റെ കാരണവും നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിൻ്റെ കാരണവും ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി നിങ്ങൾ ഇനി അടുത്ത നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന നമ്മൾ പറഞ്ഞ അപവർത്തനം. നക്ഷത്രങ്ങളുടെ നിറവ്യത്യാസത്തിന് കാരണം എന്ന് പറയുന്നത് അവയുടെ താപനിലയിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം എന്ന് പറയുന്നത് അപവർത്തനവും, എന്നാൽ നക്ഷത്രങ്ങളുടെ നിറവ്യത്യാസത്തിന് കാരണം എന്ന് പറയുന്നത് അവയുടെ താപനിലയിലുള്ള വ്യത്യാസവുമാണ്. അടുത്തതിലേക്ക് പോവുകയാണ്. ഫാരൻഹീറ്റ് സ്കെയിൽ, നമ്മുടെ താപവും ഊഷ്മാവും എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ ഈ ടെമ്പറേച്ചർ സ്കെയിലുകളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോവുകയാണ്. ടെമ്പറേച്ചർ സ്കെയിലിൽ ആദ്യം വരുമ്പോഴേക്കും നമ്മൾ സെൽഷ്യസ് സ്കെയിലിനെ കുറിച്ചാണ് നോക്കുന്നത്. ആൻഡേഴ്സ് സെൽഷ്യസ് എന്ന സയന്റിസ്റ്റ് ആണ് സെൽഷ്യസ് സ്കെയിൽ വികസിപ്പിച്ചത്. സെൽഷ്യസ് സ്കെയിലിൽ ഐസിന്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് 0 ഡിഗ്രിയും ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത്രയാണ് 100 ഡിഗ്രി സെൽഷ്യസുമാണ്. അതുപോലെ തന്നെ സെൽഷ്യസ് സ്കെയിലിൽ മനുഷ്യന്റെ ശരീര ഊഷ്മാവ് എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ്. കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. ചോദ്യം വന്നിട്ടുള്ളതാണ്, ശരീരൂഷ്മാവ് ചോദിക്കുന്നതാണ്. അതുപോലെ ഫാരൻഹീറ്റ് സ്കെയിലിലേക്ക് വരുമ്പോഴത്തേക്ക് ഫാരൻഹീറ്റ് സ്കെയിൽ അവതരിപ്പിച്ചത് ഗബ്രിയൽ ഫാരൻഹീറ്റ് ആണ്. സ്കെയിൽ അവതരിപ്പിച്ചത്. ഐസിന്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് 32 ആണ്. അവിടെ നമ്മൾ പറഞ്ഞു ഐസിന്റെ ദ്രവണാങ്കം 0 ആണ്. അപ്പോൾ 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിക്ക് തുല്യമായിരിക്കും? 100 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായിരിക്കും. ഇനി ശരീര ഊഷ്മാവിലേക്ക് വരുമ്പോഴത്തേക്ക് ഫാരൻഹീറ്റ് പറയുമ്പോഴത്തേക്ക് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു 37 ഡിഗ്രി ആണെന്ന് പറഞ്ഞല്ലേ. 37 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ട് 98.6 ആണ് വരുന്നത്. ഇനി 36.9 ആണ് നമ്മുടെ ശരീരൂഷ്മാവ് എടുക്കുന്നതെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ട് എന്ത് വരാം? 98.4 വരാം. അപ്പോൾ ഇതിലേതാണോ ഓപ്ഷൻ തരുന്നത് അത് നോക്കി മാർക്ക് ചെയ്യാന്നേ ഉള്ളൂ. ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. കെൽവിൻ സ്കെയിലാണ്. ലോർഡ് കെൽവിൻ ആണ് കെൽവിൻ സ്കെയിൽ അവതരിപ്പിക്കുന്നത്. കെൽവിൻ സ്കെയിലിൽ ഐസിന്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. അപ്പോൾ 273 കെൽവിൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിനും 32 ഡിഗ്രി ഫാരൻഹീറ്റിനും തുല്യമാണ്. ഇനി ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 373 കെൽവിൻ ആണ്. അപ്പോൾ എന്ത് പറയാൻ സാധിക്കും നമുക്ക്? 100 ഡിഗ്രി സെൽഷ്യസിനും 212 ഡിഗ്രി ഫാരൻഹീറ്റിനും തുല്യമാണ്. ഇനി കെൽവിൻ സ്കെയിലിന്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് നെഗറ്റീവ് താപനില ഇല്ലാത്ത ടെമ്പറേച്ചർ സ്കെയിലാണ്. ഏത്? കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ബാക്കി രണ്ടിലും സെൽഷ്യസിലും ഫാരൻഹീറ്റിലും എല്ലാം നെഗറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്. എന്നാൽ നെഗറ്റീവ് താപനില ഇല്ലാത്ത ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് ചോദിച്ചാൽ ഏതാണ്? കെൽവിൻ സ്കെയിലാണ്. അടുത്തിലേക്ക് പോവുകയാണ്. ഈ കെൽവിൻ സ്കെയിലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കേവല പൂജ്യം അഥവാ അബ്സല്യൂട്ട് സീറോ എന്ന് പറയും. കേവല പൂജ്യം അഥവാ അബ്സല്യൂട്ട് സീറോ. ഒരു പദാർത്ഥത്തിലെ കണികകളുടെ എല്ലാവിധ ചലനവും പൂർണ്ണമായും ഇല്ലാണ്ടാകുന്ന താപനിലയാണ് കേവല പൂജ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ജലം ഐസ് ആകുമ്പോൾ നമുക്കറിയാം അതിലെ കണികകളുടെ ചലന സ്വാതന്ത്ര്യം കുറയും. അപ്പോൾ ജലം ഐസ് ആയാൽ പോലും അതിലെ കണികകൾ കമ്പനമുണ്ട്. അതിന് കമ്പനം ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്, കമ്പനം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണികകളുടെ കമ്പനം പോലും ഇല്ലാണ്ടാകുന്ന എല്ലാവിധ ചലനങ്ങളും, അതായത് കമ്പനം പോലും വൈബ്രേഷൻസ് പോലും ഇല്ലാണ്ടാകുന്ന ഏറ്റവും താഴ്ന്ന താപനിലയാണ് ഏതെന്ന് പറയുന്നത്? പൂർണ്ണമായും ഇല്ലാണ്ടാകുന്ന താപനിലയാണ് ഏത്? കേവല പൂജ്യം അഥവാ അബ്സല്യൂട്ട് സീറോ. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് 0 കെൽവിൻ ആണ് കേട്ടോ. 0 കെൽവിൻ ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അബ്സല്യൂട്ട് സീറോ = 0 കെൽവിൻ ആണ്. അബ്സല്യൂട്ട് സീറോ എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. -273.15. പലപ്പോഴും നേരത്തെയൊക്കെ ഈ ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ PSC -273 ഡിഗ്രി സെൽഷ്യസിൻ്റെ തരത്തുള്ളായിരുന്നു. ഈ കുറച്ച് നാൾ മുമ്പ്, ഒരു 2-3 വർഷം മുമ്പ് ഉള്ളൊരു ചോദ്യ പേപ്പറിന് അത് കറക്റ്റ് പോയിന്റ് ഡെസിമൽ വാല്യൂ തന്നു. -273.15 ഡിഗ്രി സെൽഷ്യസ് തന്നെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ്, നമ്മുടെ ISROയുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം നമുക്ക് പറയുന്നത്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ദേശീയ ബഹിരാകാശ ദിനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓഗസ്റ്റ് 23 ആണ്. അതിൻ്റെ പിന്നിലെ കഥയൊന്നും നമുക്ക് നോക്കിയിട്ട്
വേണ്ടിയിട്ട് വരാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ദേശീയ ബഹിരാകാശ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ദൗത്യം, ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ വിക്രം ലാൻഡർ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത്. അപ്പോൾ ചന്ദ്രയാൻ ദൗത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയെന്നാണ് 2023 ഓഗസ്റ്റ് 23 വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. എവിടെ? ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. അങ്ങനെ ചന്ദ്രനിൽ വിക്രം ലാൻഡർ ഇറങ്ങിയതോടുകൂടി ചന്ദ്രനിൽ ഇറങ്ങുന്ന 4ാമത്തെ രാജ്യമായി ആര് മാറുന്നു? ഇന്ത്യ മാറുന്നു. ചന്ദ്രനിൽ ഇറങ്ങിയ 4ാമത്തെ രാജ്യമായി ആര് മാറുന്നു? ഇന്ത്യ മാറുന്നു. എന്നാൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയ്ക്ക് സമീപം ഇറങ്ങുന്ന ആദ്യ രാജ്യമാണ് ആര്? ഇന്ത്യ. ചന്ദ്രനിൽ ഇറങ്ങിയ 4ാമത്തെ രാജ്യമാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം സൗത്ത് പോളിന് സമീപം ഇറങ്ങുന്ന ആദ്യ രാജ്യമാണ് ആര്? ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചന്ദ്രനിൽ നമ്മൾ ഇറങ്ങിയ ആ ഒരു സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ചോദ്യം വന്നിട്ടുള്ളതാണ്. ചന്ദ്രനിൽ അല്ലെങ്കിൽ ISRO ചന്ദ്രനിൽ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ശിവശക്തി പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏത് ദിവസമാണ് ഇറങ്ങിയത്? ഓഗസ്റ്റ് 23 നമ്മൾ ചന്ദ്രനിൽ ഇറങ്ങുന്നത്, വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് അതിനോടുള്ള സ്മരണാർത്ഥം ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യമായി 2024 ഓഗസ്റ്റ് 3 ആദ്യ ദേശീയ ബഹിരാകാശ ദിനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആദ്യമായി ദേശീയ ബഹിരാകാശ ദിനം ആചരിച്ചത് 2024 ഓഗസ്റ്റ് 23 കേട്ടോ. അതുകൂടെ ഓർത്ത് വെച്ചോണം. 2024 ഓഗസ്റ്റ് 23 ആദ്യ ദേശീയ ബഹിരാകാശ ദിനം ആചരിച്ചത്. ദേശീയ ബഹിരാകാശ ദിനമായിരുന്നു നമ്മുടെ ചോദ്യം. ഉത്തരം ഓഗസ്റ്റ് 23. അടുത്തതിലേക്ക് ഞാൻ കിടക്കുകയാണ്. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഉള്ള ISROയുടെ ദൗത്യത്തിന്റെ പേര്. സൂര്യനെ കുറിച്ച് പഠിക്കുവാനുള്ള ISROയുടെ ദൗത്യം എന്ന് പറയുന്നത് ഏതാണ്? ആദിത്യ L1 ആണ്. ആദിത്യ L1 ആണ് സൂര്യനെ കുറിച്ച് പഠിക്കുവാനുള്ള ISROയുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ആദിത്യയുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് പുറകെ വരുന്നുണ്ട്. അടുത്ത രാജദ്രാവകം അഥവാ അക്വാറീജിയ എന്നാൽ എന്ത്? അക്വാറീജിയ എന്ന് പറയുന്നത് നമ്മുടെ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും 1:3 എന്ന അംശബന്ധത്തിലുള്ള ഒരു മിശ്രിതമാണ് അക്വാറീജിയ. അപ്പോൾ അത് തന്നെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. രാജദ്രാവകം എന്നാൽ എന്ത്? നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തലേക്ക് പോകുന്നു. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ട്രൂ സൊല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥ ലായനി അഥവാ ട്രൂ സൊല്യൂഷൻ. നമ്മുടെ പാല്, കഞ്ഞിവെള്ളം എന്നതൊക്കെ എന്താണ്? കൊളോയിഡൽ സൊല്യൂഷനാണ്. കൊളോയിഡാണ് പാല്, കഞ്ഞിവെള്ളം എന്നിവ എന്ന് പറയുന്നത്. കൊളോയിഡ്സിന് ഉദാഹരണമാണ് പാല്, കഞ്ഞിവെള്ളം. ചെളിവെള്ളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെളിവെള്ളം എന്നൊരു ഉദാഹരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്പെൻഷനാണ്. അതിലെ കണികകൾക്ക് വലിപ്പം കൂടുതലാണ്. കുറച്ച് നേരം അത് നമ്മൾ സ്റ്റേബിളായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലെ കണികകൾ താഴെ പോയി അടിയും. സസ്പെൻഷനാണ് ചെളിവെള്ളം എന്ന് പറയുന്നത്. യഥാർത്ഥ ലായനി ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത് സോഡിയം അമാൽഗമാണ്. അത് അലോയാണ്. സോഡിയത്തിൻ്റെയും മെർക്കുറിയുടെയും അലോയാണ്. മെർക്കുറിയുടെ ലോഹസങ്കരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് അമാൽഗം എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയം അമാൽഗം. ഇപ്പോൾ മെർക്കുറിയോട് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. സോഡിയത്തിൻ്റെയും മെർക്കുറിയുടെയും ലോഹസങ്കരമാണ് സോഡിയം അമാൽഗം എന്ന് പറയുന്നത്. മെർക്കുറിയുടെ ലോഹസങ്കരങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് അമാൽഗം. അപ്പോൾ ഇവിടെ ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്ന ആരാണ്? സോഡിയം അമാൽഗമാണ് ഉത്തരമെന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ശരിയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും കറക്റ്റ് അല്ലെങ്കിൽ 100% പെർഫെക്റ്റ് ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല. തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് പറയാവുന്ന ഒരു ഉത്തരമാണ് സോഡിയം അമാൽഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് ട്രൂ സൊല്യൂഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിസൂക്ഷ്മങ്ങളായ ലീന കണികകൾ ചേർന്ന മിശ്രിതത്തിന് പറയുന്ന പേരാണ് ട്രൂ സൊല്യൂഷൻ അഥവാ യഥാർത്ഥ ലായനി. അതിസൂക്ഷ്മങ്ങളായ ലീന കണികകൾ ചേർന്നുള്ള മിശ്രിതങ്ങളാണ് ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. താഴെ പറയുന്നതിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിങ്ക് കാർബണേറ്റ്, സിങ്ക് ഓക്സൈഡ്, സിങ്ക് ഹൈഡ്രോക്സൈഡ്, സിങ്ക് സൾഫൈഡ്. ഇതിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? സിങ്ക് സൾഫൈഡ് ആണ് ഉത്തരം എന്ന് പറയുന്നത്. സിങ്ക് ബ്ലെൻഡിൻ്റെ രാസനാമം എന്ന് പറയുന്നതാണ് സിങ്ക് സൾഫൈഡ്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണ്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കെമിക്കൽസും അതിൻ്റെ
പ്രധാനപ്പെട്ട ചില കോമ്പൗണ്ട്സും അതിൻ്റെ കെമിക്കൽ നെയിംസുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡറിൻ്റെ രാസനാമം എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നതാണ് സോഡിയം ബൈകാർബണേറ്റ് ആണ്. വാഷിംഗ് സോഡയുടെ രാസനാമം എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ്. വാഷിംഗ് സോഡ എന്ന് പറയുന്നതാണ് സോഡിയം കാർബണേറ്റ് ആണ്. അടുത്ത PSC ചോദിച്ചിട്ടുള്ള ചില സാധനങ്ങളാണ് ബ്ലൂ വിട്രിയോൾ. ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ് ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത്. എന്നാൽ ഗ്രീൻ വിട്രിയോളിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ഫെറസ് സൾഫേറ്റ്. വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ആരാണ്? സിങ്ക് സൾഫേറ്റ് ആണ്. വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫേറ്റ്. ചോക്കിൻ്റെ രാസനാമം എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത്. നമ്മുടെ വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് കാസ്റ്റിക് സോഡ അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡ്. അടുത്ത കാസ്റ്റിക് പൊട്ടാഷ് ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയുന്നത്. ബാത്ത് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്തത് ലാഫിംഗ് ഗ്യാസ് ആണ്. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തലേക്ക് പോവാണ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചോദ്യം എന്ന് തന്നെ നമുക്ക് പറയാം. ക്ലിക്ക് കെമിസ്ട്രി, ക്വാണ്ടം ഡോട്ട്സ്, കോർക്സ്, പോസിട്രോൺ. 2023 രസതന്ത്ര നോബൽ സമ്മാനം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കാണ് കിട്ടിയത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് ലഭിച്ചത്. അടുത്തത് നമ്മുടെ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ സ്മോൾ ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യം ഉണ്ട്. അതായത് ധ്രുവപ്രദേശങ്ങളിലെ മൂല്യമായിട്ട് നമ്മൾ G = 10 എന്നാണ് എടുക്കുന്നത്. പരമാവധി മൂല്യം എന്ന് പറയുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. ശരിയാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യം ഉണ്ട്. ജിയുടെ മൂല്യം കുറവ് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. അപ്പോൾ അത് തെറ്റാണ്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0ആണ്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് ശരി വരുന്നത്. 1 and 3. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ഒരു പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനിലുള്ളൊരു ചോദ്യം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. ഞാൻ ഇതിൻ്റെ പുറകെ ആ ചോദ്യം കൂടെ നിങ്ങളെ ചെയ്യിക്കുക. അപ്പോൾ അത് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നൊരു റേഷ്യോ കണ്ടെത്താനാണ്. H ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ, പകുതി ദൂരം ആകുമ്പോൾ h/2 Hൻ്റെ പകുതിയാവും അല്ലേ, കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും തമ്മിലുള്ള അനുപാതം. ഇവിടെ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട. ഞാൻ നേരത്തെ തുടങ്ങിയപ്പം ഫസ്റ്റ് ചോദ്യം നിങ്ങളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാനൊരു കാര്യം അവിടെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 2 കൂട്ടം കാര്യങ്ങളുടെ തുകയാണ്. സ്ഥിതികോർജ്ജത്തിൻ്റെയും ഗതികോർജ്ജത്തിൻ്റെയും തുകയാണ് ഒരു വസ്തുവിൻ്റെ ആകെ ഊർജം എന്ന് പറയുന്നത്. ഒരു വസ്തു H ഉയരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം മാക്സിമം ആണെന്ന് വിചാരിക്കുക. മാക്സിമത്തിൽ നിൽക്കുകയാണ്. ആ H ഉയരത്തിൽ നിന്നും ആ വസ്തു താഴേക്ക് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ താഴേക്ക് സഞ്ചരിച്ച് പകുതി ഉയരം എത്തിയപ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം, ആദ്യം ഉണ്ടായിരുന്ന സ്ഥിതികോർജ്ജത്തിൻ്റെ എത്രയായി? പകുതിയായിട്ട് മാറും. ആ സ്ഥിതികോർജ്ജത്തിനുണ്ടായ പകുതി നഷ്ടം എന്ന് പറയുന്നത് ആരായിട്ട് മാറി? ഗതികോർജ്ജമായിട്ട് മാറുക ചെയ്ത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ സ്ഥിതികോർജ്ജം പകുതി കുറഞ്ഞു. ആ പകുതി കുറഞ്ഞത് ആരായിട്ട് മാറ്റപ്പെട്ടു? ഗതികോർജ്ജമായിട്ട് മാറ്റപ്പെട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പകുതി എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ പകുതിയായി മാറി ആര്? സ്ഥിതികോർജ്ജം. ആ മാറ്റപ്പെട്ട മറ്റു പകുതി എന്ന് പറയുന്ന ആരായിട്ട് മാറി? ഗതികോർജ്ജമായിട്ട് മാറി. അപ്പോൾ അവിടെ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും തുല്യമാകുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും തുല്യമാണെങ്കിൽ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട സിമിലർ ആയിട്ടൊരു മറ്റൊരു രീതിയിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതേ ആശയം തന്നെ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്ന, റേഷ്യോ അല്ലാണ്ട് സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന. 50 കിലോഗ്രാം മാസമുള്ള ഒരു വസ്തു 10 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ മാസ് കിട്ടി 50 കിലോഗ്രാം, ഉയരം കിട്ടി H കിട്ടി 10 മീറ്റർ. 2 ചോദ്യങ്ങൾ, 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. അപ്പം മാസും ഹൈറ്റും നമുക്കറിയാം. 2 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം, അത് കഴിഞ്ഞ് വേറെ സിറ്റുവേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഈ വസ്തു മുകളിൽ നിന്ന് പകുതി ദൂരം താഴേക്ക് സഞ്ചരിച്ചാൽ വസ്തുവിൻ്റെ ഗതികോർജ്ജം. അപ്പം ഈ വസ്തു മുകളിൽ നിന്ന് പകുതി ദൂരം താഴേക്ക് സഞ്ചരിക്കുമ്പോൾ അതിന് മുകളിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതികോർജ്ജം എന്താണോ അതിൻ്റെ പകുതി നഷ്ടപ്പെട്ടു. പകുതി ആരായിട്ട് മാറി?
ഗതികോർജ്ജമായിട്ട് മാറി. അപ്പോൾ ഇവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്ഥിതികോർജ്ജം കണ്ടുപിടിച്ചാൽ മതി, എന്നിട്ട് ആ സ്ഥിതികോർജ്ജത്തിൻ്റെ പകുതി എടുത്താൽ അവിടെ ഗതികോർജ്ജം ആയിക്കോളും. മനസ്സിലായോ? പകുതി സ്ഥിതികോർജ്ജം നഷ്ടപ്പെടുകയല്ല, പകുതി സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായിട്ട് പകുതി സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടിട്ട് പകുതി എടുത്താൽ മതി, ഇവിടെ ആൻസർ കിട്ടും. അല്ലാതെ രണ്ടാമത്തെ ചോദ്യം വെറുതെ നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണ്ട. അപ്പോൾ നമുക്ക് നോക്കാം, സ്ഥിതികോർജ്ജം നമുക്ക് കണ്ടുപിടിക്കാം. സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് mgh ആണ് വരുന്നത്. എം ഇവിടെ 50 ആണ്, 50 ഇൻറ്റു ജിയുടെ വാല്യൂ 10 ആണ്, ഇൻറ്റു എച്ചും 10 ആണ് വരുന്നത്. അപ്പോൾ എത്രയായി? 5000 ജൂള്. സ്ഥിതികോർജ്ജം 5000 ജൂള്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എത്രയാണ്? 5000 ജൂൾ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ വസ്തു മുകളിൽ നിന്ന് പകുതി ദൂരം താഴേക്ക് സഞ്ചരിച്ചാൽ വസ്തുവിൻ്റെ ഗതികോർജ്ജം. പകുതി ദൂരം താഴേക്ക് സഞ്ചരിച്ചപ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം പകുതി കുറഞ്ഞു. ആ പകുതി കുറഞ്ഞത് ഗതികോർജ്ജമായിട്ട് മാറി. അപ്പോൾ ഇവിടെ നമുക്ക് ഗതികോർജ്ജമാണ്, പകുതി ദൂരം താഴേക്ക് സഞ്ചരിച്ചാൽ ഗതികോർജ്ജം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പകുതി ദൂരം താഴേക്ക് സഞ്ചരിച്ചപ്പോൾ സ്ഥിതികോർജ്ജം പകുതി കുറഞ്ഞു, ആ പകുതി കുറഞ്ഞത് ഗതികോർജ്ജമായിട്ട് മാറി. അപ്പോൾ 5000ൻ്റെ പകുതി 2500, ആ 2500 അവിടെ പോയി ഗതികോർജ്ജമായിട്ട് വന്നു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ എന്ന് പറയുന്നത് 2500 ജൂൾ എന്ന് പറയാം. 2500 ജൂളാണ്. കാര്യം കിട്ടിയോ? നേരത്തെ ചെയ്ത് ഈ ക്വസ്റ്റിൻ്റെ തന്നെ വേറൊരു റേഷ്യോ ബേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് ചോദിച്ചതാണ്. ഇത് SCRT ആണ്. ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്ക് ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ കൂടി വരുന്ന ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഏറ്റവും കുറഞ്ഞത്, അത് കഴിഞ്ഞ് അടുത്ത കൂടിയത്, അത് അടുത്ത കൂടിയത് വേണം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറവെന്ന് പറയുന്നത് വായുവിലായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് വായു വന്നു. രണ്ടാമത് ശുദ്ധജലത്തിലാണ് വരുന്നത്. കാരണം ഡെൻസിറ്റിയാണ് അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത്. ശുദ്ധജലവും സമുദ്രജലത്തിന് സാന്ദ്രത കൂടുതലാണ്. അടുത്ത മൂന്നാമതെന്ന് പറയുന്നത് ഏതാണ്? സമുദ്രജലമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറാണ്. 2, 1, 3 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. 2, 1, 3. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് വന്നിരിക്കുന്നത്. 2, 1, 3 ആണ് ഉത്തരം എന്ന് പറയുന്നത്. ശബ്ദത്തിൻ്റെ വായുവിലെ വേഗത എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തത്, ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം, അതായത് ആദിത്യ L1 ഭൂമിയിൽ നിന്ന് എന്ത് ദൂരെയാണ് ആദിത്യ L1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂര്യൻ, ഭൂമി, ആദിത്യ L1 അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ആദിത്യ L1 ഈ ദൂരം എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ എത്ര ശതമാനം? 1% ഉള്ളൂ കേട്ടോ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 1% ദൂരം മാത്രമേ ആദിത്യ L1 സഞ്ചരിച്ചിട്ടുള്ളൂ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൗരോർജ്ജ വികസനത്തിനായുള്ള പദ്ധതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളെ പെടുത്താനുള്ള ചോദ്യമാണ്. കാരണം അത്യാവശ്യം ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുൾ ഫോം അറിയാമെങ്കിൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണ് NSM, എന്താണ് NLCIL, എന്താണ് NISC, ഇതൊക്കെ എന്താണെന്ന് ആദ്യം അറിയണം. എങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ. NSM എന്ന് പറയുന്നത് പിള്ളേരെ നാഷണൽ സോളാർ മിഷൻ ആണ്. നാഷണൽ സോളാർ മിഷൻ എന്നതാണ് NSM എന്ന് പറയുന്നത്. നാഷണൽ സോളാർ മിഷൻ. അപ്പം അത് സൗരോർജ്ജവുമായി ബന്ധപ്പെട്ടതല്ലേ? പദ്ധതി അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഇനി NLCIL എന്ന് പറയുന്നത് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് NLCIL. നെയ്വേലി എന്ന് പറയുന്നതാണ് ലിഗ്നൈറ്റ് ഖനനം നടക്കുന്ന, തമിഴ്നാട്ടിൽ ലിഗ്നൈറ്റ് നിക്ഷേപമുള്ള സ്ഥലമാണ് നെയ്വേലി എന്ന് പറയുന്നത്. അവിടുന്ന് ലിഗ്നൈറ്റ് ഖനനം നടത്തുന്ന സ്ഥാപനമാണ് NLCIL, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് NISC ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോളാർ എനർജി ആണ് NISC എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോളാർ എനർജി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോളാർ എനർജി എന്നതാണ് NISC എന്ന് പറയുന്നത്. അപ്പോൾ സോളാറുമായി ബന്ധമുള്ളത് NISC ഉണ്ട്, NSM ഉണ്ട്. ബന്ധമില്ലാത്തത് ആരെന്ന് പറയാൻ നമുക്ക് NLCIL, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ
ഇന്ത്യ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇല്ലാത്തത് ഓപ്ഷൻ സി, 2 മാത്രമാണ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നല്ലൊരു ചോദ്യമായിരുന്നു കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ NSM, NI, നൈസ് ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ സോളാറുമായി ബന്ധപ്പെട്ടത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ കറക്കി കുത്തുന്നവരെ സംബന്ധിച്ച് 2 എണ്ണത്തിനകത്ത് എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, ഇത് രണ്ടും സോളാർ എന്ന് പറഞ്ഞ് കുത്തിയാലും രക്ഷപ്പെടും, ചിലപ്പോൾ രക്ഷപ്പെടാം. പക്ഷേ ഒരു കൺഫ്യൂഷന് വേണ്ടി ഒരു സാധ്യത ഇവയെല്ലാം എന്ന് പറയുന്നൊരു ഓപ്ഷനും ഉണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകം കാറ്റലിസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്? സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് അമോണിയയുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന നിരക്ക് വ്യത്യാസപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉൾപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റുകൾ എന്ന് പറയും. സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന നിരക്ക് വ്യത്യാസപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് കാറ്റലിസ്റ്റുകൾ. അവ ഈ കാറ്റലിസ്റ്റുകളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന് നമ്മൾ പറയുന്ന പേരാണ് കറ്റാലിസിസ് എന്ന് പറയും, കെമിക്കൽ കറ്റാലിസിസ്. 2 തരം ഉൾപ്രേരകങ്ങൾ പൊതുവേ ഉണ്ട്. പോസിറ്റീവ് കറ്റാലിസിസും ഉണ്ട്, കാറ്റലിസ്റ്റും ഉണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്. രാസപ്രവർത്തന നിരക്ക് കൂട്ടാൻ സഹായിക്കുന്നവയാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്, രാസപ്രവർത്തന നിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി 2 തരം രാസപ്രവർത്തനങ്ങൾ എന്ന് വേണേൽ അതിനെ വർഗീകരിച്ച് പഠിക്കാം. പോസിറ്റീവ് കറ്റാലിസിസും ഉണ്ട്, നെഗറ്റീവ് കറ്റാലിസിസും ഉണ്ട്. ഈ പ്രധാനപ്പെട്ട ഉൾപ്രേരകങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ നമ്മൾ പഠിച്ചതാണ്, സമ്പർക്ക പ്രക്രിയയാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം എന്ന് പറയുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ്, V2O5 ആണ് സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം. അടുത്തത് അമോണിയ ആണ്. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഹേബർ പ്രോസസ് ആണ്, ഹേബർ പ്രക്രിയയാണ്. അവിടെ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് സ്പോഞ്ചി അയൺ. അടുത്തത് വനസ്പതിയാണ്. വനസ്പതിയുടെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്ന ഹൈഡ്രജനേഷൻ പ്രക്രിയയാണ്. അവിടെ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം എന്ന് പറയുന്നത് നിക്കലാണ്. അടുത്ത നൈട്രിക് ആസിഡ് ആണ്. നേരത്തെ നമ്മൾ പഠിച്ചു ഓസ്റ്റ്വാൾഡ് പ്രക്രിയയാണ് നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്നത് പ്ലാറ്റിനമാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് ക്ലോറിൻ ആണ്. ക്ലോറിന്റെ നിർമ്മാണ പ്രക്രിയ ഡീക്കൺസ് പ്രോസസ്, ഡീക്കൺസ് പ്രക്രിയയാണ്. ഉൾപ്രേരകം കുപ്രിക് ക്ലോറൈഡ്. അപ്പോൾ ഈ പറയുന്ന കാറ്റലിസ്റ്റുകളും ആ മാനുഫാക്ചറിങ് പ്രോസസ്സുകളും ഒക്കെ ഓർത്ത് വെക്കുക. അടുത്ത എക്സാമുകൾക്കൊക്കെ അവിടുന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അടുത്തതിലേക്ക് ഞാൻ കടക്കുകയാണ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയം, ചെമ്പ്, ഇരുമ്പ്, സിങ്ക്. കലാമിൻ ഒരുപാട് തവണ BSc റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് കലാമിൻ ഓർസുമായി ബന്ധപ്പെട്ടത്. കലാമിൻ എന്ന് പറയുന്നത് എന്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്, സിങ്കിന്റെ അയിരാണ്. അതുപോലെ തന്നെ BSc ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അലൂമിനിയത്തിന്റെ പ്രധാന അയിര് ഏതെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിന്റെ പ്രധാന അയിര് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്ന് നമ്മളിങ്ങനെ ചോദ്യങ്ങൾ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ ടോപ്പിക്കിൻ്റെ അനുസരിച്ചുള്ള സെഷൻസ് നിങ്ങൾക്ക് പുറകെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം പ്രയോജനം ലഭിക്കുമെന്നൊരു വിശ്വാസത്തിലാണ് നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക്